ആ കൊച്ചുമോൻ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുമോള് ആരെയാ കണ്ടു പഠിക്കുന്നതെന്നറിയുമോ? ആരെയാ അവര് കണ്ടു പഠിക്കുന്നതെന്നറിയുമോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, അവരുടെ റോൾ മോഡൽ ഞാനും നിങ്ങളുമാകുന്ന മാതാപിതാക്കളാണ്. ആദ്യമേ മാതാവും പിതാവും കാണിച്ചു കൊടുക്കുന്നത് എന്താണോ അതാണ് അവരുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സ്വാധീനം ചെലുത്തുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല വിജ്ഞാനം പകർന്നു കൊടുക്കണേ. മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ ഉമ്മ പകർന്നു കൊടുത്ത വിജ്ഞാനമേതാണ്? ഇന്നൽ മുഅ്മിന ലാ യക്ദിബ് ഫലാ തക്ദിബ്. അതേ കുഞ്ഞുമോനെ, മുഅ്മിനൊരിക്കലും കളവ് പറയില്ല, കളവ് പറയൂല. അതുകൊണ്ട് ലാ തക്ദിബ്, കുഞ്ഞുമോനെ നീ കളവ് പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഇത് എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്നറിയുമോ? മഹാനുഭാവൻ തന്റെ പ്രാഥമിക വിജ്ഞാന തലങ്ങളെല്ലാം വീട്ടിൽ നിന്ന് കഴിഞ്ഞു. തന്റെ വീടിന്റെ പരിസരങ്ങളിലുള്ള മദ്രസ വിദ്യാഭ്യാസവും കഴിഞ്ഞു. ഒരറഫാ ദിവസത്തിൽ പശു പിന്തിരിഞ്ഞു നിന്ന് ചോദിച്ചു, ഓ എന്റെ കൂടെ ഓടി നടക്കാനാണോ അബ്ദുൽ ഖാദറേ നിന്നെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത്? അതിനല്ലല്ലോ നീ വന്നത്? നിനക്ക് ആത്മീയമായ പരിജ്ഞാനം വേണ്ടേ എന്നങ്ങ് ചോദിച്ചപ്പോൾ മഹാനവർകൾ ആത്മീയ ലോകത്ത് വിജ്ഞാനശാഖ അന്വേഷിച്ച് വീട് വിട്ടിറങ്ങി. വീട് വിട്ട് തന്റെ തറവാട് വീട്ടിൽ നിന്നങ്ങ് ഇറങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ, ഉമ്മയതാ ഉള്ള 40 ദീനാറ് ചില്ലിക്കാശ് പെറുക്കിയെടുക്കുന്നു. അങ്ങിങ്ങായി സ്വരൂപിച്ചു വെച്ച 40 ദീനാറ് അതാ കൊടുക്കുകയാണ് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഈ കുഞ്ഞുമോന്റെ കയ്യിൽ. ആ കാലഘട്ടത്തിൽ ബഗ്ദാദിലെ മദ്രസത്തുൻ നിവാമി എന്ന് പറയുന്ന കലാലയമുണ്ട്. ഏതാ കലാലയം എന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ആ മദ്രസത്തുൻ നിവാമി എന്നതെന്ന് ആത്മീയ വിജ്ഞാന ശാഖകളിലെ എല്ലാ തലങ്ങളും ടച്ച് ചെയ്ത് പഠിപ്പിക്കുന്ന ഉന്നതമായ ഒരു കലാലയമാണ്. ആ കലാലയം ലക്ഷ്യമാക്കി പുറപ്പെട്ട മഹാനുഭാവന് 40 ദീനാറ് കൊടുക്കുമ്പോ മഹാനവറുകളുടെ ഉമ്മാക്കറിയാം, ഈ കൊച്ചുമോനി 40 ദീനാറുമായി പോകുന്ന വഴിയുണ്ടല്ലോ, അത് സെക്യൂരിറ്റി ഉള്ള വഴിയല്ല. അവിടെ സെക്യൂരിറ്റി കുറഞ്ഞ വഴിയാണ്, കള്ളന്മാരും കൊള്ളക്കാരുമുള്ള വഴിയാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും പലരും ആക്രമിക്കപ്പെട്ട വഴിയാണ്. ഇത് അറിയുന്ന ഉമ്മ 40 ദീനാറെടുത്ത് തന്റെ ഇടതുഭാഗത്തെ കയ്യിലെ കക്ഷത്തിനു താഴെയായി ഒരു പ്രത്യേക സീക്രട്ട് അറ നിർമ്മിച്ചു വെക്കുന്നു. ആ നിർമ്മിച്ചു വെച്ച അറയിൽ 40 ദീനാറും സൂക്ഷിച്ചു കൊടുത്തുകൊണ്ട് മഹാനായ ജീലാനി തങ്ങളെ പറഞ്ഞയക്കുന്നു. അപ്പോഴും ഉമ്മ ഓർമ്മപ്പെടുത്തിയ ഒരു വിജ്ഞാനമുണ്ട്. ഇന്നൽ മുഅ്മിന ലാ യക്ദിബ് ഫലാ തക്ദിബ്. ഓ കുഞ്ഞുമോനെ, ഇന്നൽ മുഅ്മിന ലാ യക്ദിബ്, മുഅ്മിനിനെ കളവ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ലാ തക്ദിബ്, കുഞ്ഞുമോനെ നീ കളവ് പറയാൻ പാടില്ല. ഈ ഒരു ആത്മീയ പരിജ്ഞാനം ഇൻജക്ട് ചെയ്തുകൊണ്ടാ ഉമ്മ പറഞ്ഞയക്കുന്നത്. എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നറിയുമോ? മഹാനവർകൾ ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ അതാ ബഗ്ദാദിലെ മദ്രസത്തുൻ നിവാമിയ ലക്ഷ്യമായി പുറപ്പെട്ടപ്പോ പ്രിയപ്പെട്ടവരെ, ഹമദാൻ എന്ന് പറയുന്ന വഴിയോരത്തെ പ്രദേശം അങ്ങ് വിട്ടുകടന്നപ്പോ, ഹമദാൻ എന്ന് പറയുന്ന പ്രദേശം അങ്ങ് വിട്ടുകടന്നപ്പോഴാണ് പൊടുന്നനെ അക്രമികളായ കൊള്ള സംഘം അങ്ങ് എടുത്തു ചാടുന്നത്. കൊള്ള സംഘം എടുത്തു ചാടിയതിനു ശേഷം ആ കൊള്ള സംഘം അതാ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി അടക്കമുള്ള ആളുകളെ പിടികൂടി. എന്തുണ്ടടാ നിന്റെ കയ്യിൽ, എടുക്കടാ എന്ന് പറഞ്ഞ് വീര്യത്തോടെ, വാശിയോടെ, ക്രൗര്യത്തോടെ, ശൗര്യത്തോടെ പിടിച്ചു കുലുക്കി ചോദിച്ചപ്പോൾ
എല്ലാവരും പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലില്ല മൂല്യവത്തായ സാധനങ്ങളുണ്ട്, ഞങ്ങൾ കൊണ്ടുവന്നത് ഇതൊക്കെയാണ്, എടുത്തോളൂ. അങ്ങനെ ഓരോന്നിങ്ങനെ കയ്യിലേക്ക് കൊടുത്തു. ചെറിയ പ്രായക്കാരനായ ഒരു ബിസിനസിന് പുറപ്പെട്ടയാളാണെന്ന് തോന്നിക്കുക പോലും ചെയ്യാത്ത മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ അടുത്തെത്തിയപ്പോൾ കൊള്ളക്കാരിൽ നിന്നൊരാൾ ചോദിച്ചു, എന്തുണ്ടടാ നിന്റെ കയ്യിൽ വല്ല കാശുമുണ്ടോ, അതെല്ലാം മൂല്യവത്തായ വല്ല സാധനവും നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ കയ്യിൽ 40 ദീനാറുണ്ട്. കൊള്ളക്കാരന് അവനെ വിശ്വസിച്ചില്ല, കൊള്ളക്കാരന് മൈൻഡ് ചെയ്തില്ല, കൊള്ളക്കാരൻ അവനെ തിരിച്ചുപോയി. കുട്ടിയാണല്ലോ, ചെറിയ പ്രായക്കാരനാണല്ലോ, പലതും പറയുമല്ലോ. ഈ ഒരു ഭാവത്തിൽ അങ്ങ് തിരിച്ചുപോയി. രണ്ടാമതും സംശയം ബാക്കിയായപ്പോ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? അപ്പോഴും ആവർത്തിച്ചു, 40 ദീനാർ എന്റെ കയ്യിലുണ്ട്. എവിടെയാണടാ 40 ദീനാർ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത, ഇന്നതുവരെ പരിശോധനക്ക് വിധേയമാക്കി ഒരുപാട് ആളുകളെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇന്നതുവരെ വലിയ കൊള്ളക്കാര് കൊള്ള നടത്തിയ സംഘം അവർക്ക് പോലും കാണാൻ പോലും കഴിയാത്ത അതിസീക്രട്ടായ ഒരു അറയിൽ നിന്ന് കക്ഷത്തിനകത്ത് നിന്ന് 40 ദീനാറെടുത്തു കൊടുക്കുമ്പോ അതാ കൊള്ളക്കാരന് നിന്ന് വേർത്തൊലിക്കുകയാണ്. കൊള്ളക്കാരൻ ഇങ്ങനെ വിറങ്ങലിച്ചിട്ട് പറയുകയാണ്, ഓ കുഞ്ഞുമോനെ, നിന്നെ ആരെയാ, നിന്നോടാരാണ് ഈ സത്യം പറയാൻ നിന്നെ പഠിപ്പിച്ചത്? നീ എന്തിനാണ് എനിക്ക് 40 ദീനാർ തന്നത്? നിന്നെ ഞങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഇല്ല, ഒരാൾക്കും ഇത് കണ്ടെത്താൻ പോലും കഴിയില്ലല്ലോ. ഇതങ്ങ് പറഞ്ഞപ്പോ മഹാനുഭാവൻ പറയുകയാണ്, ഇന്ന ഉമ്മീ ആഹദത്നി അലാ സിദ്ഖി, എന്റെ ഉമ്മ വീട്ടിൽ പോലും എന്നോടൊരു കാര്യം പറഞ്ഞു, അബ്ദുൽ ഖാദിറെ പൊന്നുമോനെ, ലാ തക്ദിബ, നീ കളവ് പറയരുത്. വഅലാ അഖൂനു അഹ്ദഹാ, ആ ഉമ്മ പറഞ്ഞ എന്നോട് പറഞ്ഞ ഒരു കരാറുണ്ടല്ലോ, ആ കരാറ് ലംഘിക്കാൻ ഞാൻ ഒരിക്കലും ധൈര്യപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ചെറിയ നാളിൽ കൊടുത്ത പോസിറ്റീവ് സ്റ്റോക്ക്, ആ സ്റ്റോക്ക് എത്രത്തോളമാണ് അവിടെ പ്രതിഫലനം ചെലുത്തിയത്. കളവ് പറയല്ല എന്നും മാച്ചൊന്നാരേ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോ